ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അതിന് ജനം എല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്ന് ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവവചനം വായിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ബാലിന്റെ പ്രവാചകന്മാരുടെ നിലവിളിയും പ്രാർത്ഥനയും, അതിന്റെ നടുവില് ഹല്ലേലൂയ ഏലിയാവ് കർമ്മേലിൽ ഒരു സിംഹത്തെ പോലെ അലറി പറയുകയാണ്. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമെന്ന് ഇരിക്കട്ടെ എന്ന് തന്നെ. അതേപടി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധാർമ്മികതയും അശുദ്ധിയും വിഗ്രഹാരാധനയും നിരീശ്വരവാദിത്വം യുക്തിവാദങ്ങളും ദൈവമില്ല എന്നുള്ള ചിന്താഗതികളും പഠിപ്പിക്കലുകളും അങ്ങനെയുള്ള അനവധി സാഹചര്യങ്ങൾ അന്നും ഇന്നും ഒരുപോലെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ അങ്ങനൊരു സാഹചര്യം, അതിന്റെ നടുവിലാണ് ഏലിയാവ് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ എന്ന്. അന്നത്തെ കാലഘട്ടത്തിൽ പോലെ ഇന്നും അതുപോലെ സകല സ്ഥലങ്ങളിലും സൃഷ്ടാവിന്റെ നാമത്തെ നിഷേധിച്ചുകൊണ്ട് സൃഷ്ടാവിനെ തള്ളിക്കളഞ്ഞിട്ട് സൃഷ്ടികളെ ദൈവമാക്കി മാറ്റി അനവധി അവതാരങ്ങൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയതയുടെ മറവിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നു. ആത്മീയതയുടെ മറവിൽ ഒരുപാട് പണത്തട്ടിപ്പുകൾ നടത്തുന്നു. ആത്മീയതയുടെ പേരിൽ കോടികൾ ഓരോരുത്തർ സമ്പാദിച്ചുകൊണ്ടിരിക്കുക. വലിയ വലിയ ട്രസ്റ്റുകൾ പണിതുയർത്തുക. ആത്മീയതയുടെ മറവിൽ സാധുക്കളായിരിക്കുന്ന ജനത്തിന്റെ വിഷയങ്ങൾക്ക് മറുപടിയില്ലാതെ സാധുക്കളായിരിക്കുന്ന ജനത്തെ നിന്ന് ഹെൽപ്പ് ചെയ്യുവാൻ പോലും കഴിയാതെ പലരും തങ്ങളുടെ സംരംഭങ്ങൾ പണിതുയർത്തിക്കൊണ്ടിരിക്കുക. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ അധാർമികത പെരുകുകയാണ്. ദൈവത്തെ മറന്നുപോയ ഒരു കൂട്ടം ജനമായി ഈ കാലഘട്ടത്തിലുള്ളത്. ദൈവമായി യാതൊരു ബന്ധവും. മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ തങ്ങളുടെ സമയത്തെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർമ്മേലിൽ ദൈവം അലിയ ഒരു മനുഷ്യനെ ശക്തമായി ഉപയോഗിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവം നിന്നെയും ഏലിയാവിനെ പോലെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഏലിയാവിനെ പോലെ ശക്തമായി ദൈവത്തിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ ദൈവസന്നിധിനെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ നടുവിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തെ നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും, രക്തം ചെയ്യാം. അല്ലെങ്കിൽ അപ്പൊ ഏലിയ ഒരു സിംഹത്തെ പോലെ അല്ലെങ്കിൽ കർമ്മേലിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. യഹോവ തന്നെ ദൈവമെന്ന് അല്ലെങ്കിൽ അവൻ വിളിച്ചു പറയുക. അല്ലെങ്കിൽ താൻ നിരൂപിച്ച ഭക്തി അല്ലെങ്കിൽ വൈരാഗ്യമുള്ള ഒരു മനുഷ്യനെ പോലെ പറയുകയാണ്. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം യഹോവയായി ദൈവമെന്ന്. അല്ലെങ്കിൽ ആകാശത്തും തീ ഇറങ്ങുവാനായി തന്നെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറച്ചു. അല്ലെങ്കിൽ ആകാശത്ത് തീ ഇറക്കുവാൻ വേണ്ടിയിട്ട് ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ഏലിയാവിനെ ദൈവം പരിശുദ്ധാത്മാവിന്റെ ആ കാലഘട്ടത്തിൽ നിറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേൽ കർത്താവിലേക്ക് നയിക്കണം എന്നൊരു ഭാരം ഉണ്ടായിരുന്നു ഏലിയാവിന്. പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന, അധാർമ്മികത്തിൽ വീണ് കിടക്കുന്ന, ബാലിന്റെ വിഗ്രഹാരാധനയിൽ വീണ് കിടക്കുന്ന ബാൽ പ്രവാചകന്മാർക്ക് അടിമകളായി മാറിക്കിടക്കുന്ന ഒരു വലിയ കൂട്ടം ഇസ്രായേലത്തെ അവരിൽ ആ പാപത്തെ വിടുവിച്ച് അവരെ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുക എന്നുള്ള ഒരു ഭാരമായിരുന്നു ഏലിയാവിനുണ്ടായിരുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പാപത്തിൽ വീട് കിടക്കുന്ന, ദൈവത്തിനകത്ത് കിടക്കുന്ന പിന്മാറ്റക്കാരായിരിക്കുന്ന അനവധി ആളുകൾ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന സംവാദക്കാരടക്കം
അങ്ങനെ പാപത്തിൽ മനുഷ്യൻ ന്യായവിധിയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ, ന്യായവിധിയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പാപവും ശാപവും ഒരുപോലെ കുടുംബത്തിലും ദേശത്തിലും സമൂഹത്തിലും വളരുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷം ശക്തമായി വിളിച്ചു പറയുവാൻ വേണ്ടി ദൈവം അനവധി ഏലിയാവുമാരെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. അനവധി ഏലിയാവുമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ ഏലിയാവ് കർമ്മ പർവ്വതത്തിലാണ് ഏലിയ. എന്നോട് ദൈവഭക്തനായ ഓബദ്യാവും ദുഷ്ടനായ ആഹാബും ജനം വിശപ്പ് മൂലം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുതിരകൾക്ക് പുല്ല് തപ്പി നടക്കുന്ന സ്ഥിതിയിൽ ഏലിയാവുമായി കണ്ടുമുട്ടുക. ഏലിയാവിനെ എതിരിടാൻ അവൻ അശക്തനായി മാറിയ ആഹാബ് ഏലിയാവിന്റെ വെല്ലുവിളി സ്വീകരിച്ച് കർമ്മേൽ പർവ്വതത്തിൽ ബാൽ അശേര പുരോഹിതന്മാരെ മുഴുവൻ കൂട്ടി ദൈവമാരെന്ന് തെളിയിക്കാൻ ഒത്തുകൂടുകയാണ്. ഹല്ലേലൂയ. അതാണ് നാം വായിച്ച ദൈവവചന ഭാഗം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 25 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങളൊരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവിൻ. നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീ ഇടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞു. ഒരു വലിയ വെല്ലുവിളിയാ. ബാലിന്റെ പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ വിളിച്ചിട്ട് പറയാം, നിങ്ങളൊരു കാളയെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ആദ്യം അതിനെ ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് നിങ്ങൾ അധികം പേരുണ്ടല്ലോ, തീ ഇടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. ഹല്ലേലൂയ. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി. ബാലെ ഉത്തരമരണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഏലിയാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് അവർക്ക് കൊടുത്ത കാളയെ അവരെടുത്ത് ബലിപീഠത്തിൽ കിടത്തിയിട്ട് അവർ ആ ബലിപീഠത്തിന് ചുറ്റും രാവിലെ തൊട്ട് ഉച്ചവരെ അവരുടെ ബാലിന്റെ നാമത്തെ വിളിച്ച് തുള്ളി നടന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു, ഉറക്ക വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ അവൻ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയായി ആകുന്നു, അവനെ ഉണർത്തണം എന്ന് പറഞ്ഞ് അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രാവിലെ തൊട്ട് ഉച്ചവരെ ബാലിന്റെ ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിച്ചിട്ടും അവരുടെ ബലിപീഠത്തിരിക്കുന്ന കാളയെ ദഹിപ്പിക്കുവാൻ അവർക്ക് ബാലിന്റെ പ്രവാചകന്മാർക്ക് കഴിഞ്ഞില്ല. അവരുടെ ശരീരത്തെ മുഴുവൻ മുറിവേൽപ്പിച്ച് രക്തം ഒഴുക്കിയിട്ടും യാതൊരു പ്രയോജനവും വന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഉച്ച തിരിഞ്ഞ് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടു കൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. പുറത്തേക്ക് ഉച്ച കഴിഞ്ഞ് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ ബാലിന്റെ പ്രവാചകന്മാരും അശേര പ്രവാചകന്മാരും ഒന്നിച്ച് നിലവിളിച്ചിട്ട് യാതൊരുവിധ ശബ്ദവും ഒന്നും ഉണ്ടായില്ല. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയും നിലവിളിയും നിഷ്ഫലമായി ജനത്തിനു മുമ്പാകെ അവർ മ്ലാനരായി മാറി, അല്ലെങ്കിൽ മറുപടിയില്ലാതെ നിരാശരായി മാറുന്ന ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് ഏലിയാവ് അവിടെ മുമ്പുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നതുമായി യാഗപീഠം 12 ഗോത്രങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് കാണിക്കാനായി 12 കല്ലുകൊണ്ട് പുതുക്കി പണിത് യാഗം കഴിച്ചു. ഇവിടെ ഏലിയാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുക. ആരും ശ്രദ്ധിക്കാതെ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ 12 ഗോത്രങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് കാണിക്കത്തക്ക 12 കല്ലുകൾ എടുത്ത് പുതുക്കി യാഗപീഠം പണിതു. ഏലിയാവ് ഒരു പുരോഹിത കുടുംബക്കാരനായിരുന്നു. അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 36 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്ന്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവ എനിക്ക് ഉത്തരമള്ളണമേ. നീ ദൈവം തന്നെ,
യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരണമേ എന്ന് ഏലിയാവ് പറയുക. ഇവിടെ പ്രിയരെ, നാം ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ ജീവിച്ച ദിവസങ്ങളിൽ, ഏലിയാവ് ജീവിച്ച ദിവസങ്ങളിൽ, അല്ലേലിയ, ആമീൻ, ദിവസങ്ങൾക്കുള്ളിൽ കുറേശ്ശെ അല്ലേലിയ ജനങ്ങൾ ആമീൻ ദൈവത്തിൽ നടന്ന് വിഗ്രഹ ആരാധനയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേലിയ, വിഗ്രഹാരാധികളായിരിക്കുന്ന ഇസ്രായേൽ രാജ്ഞി തന്ത്രപരമായി എത്രയോ നൂറുകണക്കിന് ബാൽപ്രവാചകന്മാരെ ഇസ്രായേൽ ദേശത്തിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ഭർത്താവായ ആഹാബ് രാജാവിനെ ഉയർത്തുവാൻ വേണ്ടി അവൾ ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞു എന്നുള്ളതാണ്. അല്ലേലിയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാരെ കൊന്ന് ഒന്നുമില്ലാതാക്കിക്കൊണ്ടിരുന്നു. അനേകർ ഇവരുടെ കണ്ണുകളിൽ അകപ്പാടാതെ ഒളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? അല്ലേലിയ, അനവധി ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊന്നൊടുക്കുന്ന കാലഘട്ടം. അനവധി ആളുകൾ അവളുടെ കണ്ണുകളിൽ അകപ്പെടാതെ ഒളിച്ച് പാർക്കുന്ന സമയം. അല്ലേലിയ, അപ്പൊ ഇസ്രായേൽ ജനങ്ങൾ സുഖഭോഗമായി ജീവിച്ചാൽ ദൈവത്തെ അന്വേഷിക്കാറില്ല. ദാരിദ്ര്യവും പഞ്ഞവും വന്നാൽ മാത്രമേ ദൈവത്തെ അന്വേഷിക്കാറുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഏലിയാവ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യവും അല്ലേലിയ പഞ്ഞവും വന്നെങ്കിൽ മാത്രമേ ഇസ്രായേൽ ജനം ദൈവത്തെ അന്വേഷിക്കത്തുള്ളൂ. അവർ സുഖലോലുപമായ ജീവിതത്തിൽ നടന്നാൽ അവർക്കൊരിക്കലും ദൈവത്തെ അവരറിയുകയില്ല. ഇന്നും അത് തന്നെയാണ്. ഈ ലോകത്തുള്ള മനുഷ്യൻ ഈ ലോകത്തിന്റെ സുഖലോലുപ ജീവിതത്തിൽ വീണ് കിടക്കുന്നത് കൊണ്ട്, അല്ലേലിയ, ഇവിടുത്തെ നന്മ ആഗ്രഹിച്ചു, ഇവിടുത്തെ പണം ആഗ്രഹിച്ചു, ഇവിടുത്തെ പ്രതാപം കൊണ്ട് ദൈവത്തെ മറന്നുപോയ ഒരു കൂട്ടം ജനം ഇന്നുമുണ്ട്. അല്ലേലിയ. അതുകൊണ്ട് ഏലിയാവ് പറയുകയാണ്, ഈ ജനം ദാരിദ്ര്യവും പഞ്ഞവും അനുഭവിച്ചെങ്കിൽ മാത്രമേ അല്ലേലിയ ദൈവം ആരെന്ന് മനസ്സിലാക്കുള്ളൂ. അങ്ങനെ ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യയില്ല എന്നുള്ള പ്രാർത്ഥനയിൽ ആകാശം അടച്ച് 3.5 വർഷക്കാലം. അല്ലേലിയ, പ്രൈസ് ദി ലോർഡ്. അല്ലേലിയ. അതേപോലെ അല്ലിയ, എന്നിട്ട് ഏലിയാവ് കർമ്മേലിൽ പർവ്വത ദൈവത്തിന് വേണ്ടി തനിച്ച് നിൽക്കുക. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ദൈവത്തിന് വേണ്ടി തനിച്ച് നിൽക്കുക. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഏകനാണെങ്കിലും നീ ധൈര്യത്തോടു കൂടി നിന്ന് കർത്താവിന്റെ വേല ചെയ്യണം. ഈ ലോകത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്, ലോകക്കാരെ കൊണ്ട് ഭയപ്പെട്ടു പോകരുത്. ഇവിടുത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധാർമികതയും കണ്ടുകൊണ്ട് നീ അതിനകത്ത് ഭയപ്പെട്ടു പോകാതെ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ഒരു സിംഹത്തെ പോലെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഈ കാണുന്ന ഈ ലോകത്തിൽ അന്ധകാരത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന ഈ ഭൂമിയിൽ ഏലിയാവിനെ പോലെ ശക്തമായി ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവത്തെ മറന്നുപോയ, ദൈവമായി ബന്ധമില്ലാതെ ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങൾക്കകത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ശുശ്രൂഷ ദൈവം നിന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. രക്തജയം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തെ വെളിപ്പെടുത്തുവാനാണ് ദൈവം ഈ കാലഘട്ടത്തിൽ ഏലിയാവിനെ പോലെ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സുഖലോലുപമായ ജീവിത സാഹചര്യങ്ങളെ വിട്ടിട്ട് ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ പോകാതെ ഈ ലോകം മുഴുവൻ അധാർമ്മികതയിലേക്ക്, അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ തീ കൊണ്ട് ഉത്തരമരുളുന്നൊരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറച്ചിരിക്കുക. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ തീ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം തീ കൊണ്ട് ഉത്തരമരുളിയതുപോലെ നിന്റെ പ്രാർത്ഥന മധ്യയിലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പര്യവസാന വേളകളിൽ കർത്താവ് ശക്തമായി തന്റെ പ്രവർത്തികൾ തികച്ചു. തുടർന്ന് അപ്പോസ്തലന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ അപ്പോസ്തലന്മാരെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തനങ്ങളാലും നിറച്ച് ദൈവത്തിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ആ കാലഘട്ടത്തിൽ ദൈവം ചെയ്തെടുത്തതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവം തന്റെ നാമത്തെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കർമ്മേലിൽ ഉത്തരമരുളിയ ദൈവം, കർമ്മേലിൽ തീ കൊണ്ട് ഉത്തരമരുളിയ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ കല്ലറകൾക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല, കല്ലറകളെ പിളർന്ന് പുറത്തു വന്ന് 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത്
മധ്യസ്ഥണയ്ക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥണയ്ക്കുന്ന ദൈവം ഇന്നും ആമേൻ ജീവിക്കുന്ന ദൈവമെന്ന് യേശു നിന്നിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. നീ അതിനുവേണ്ടി ഒന്ന് തയ്യാറായി കൊടുക്കണം. ഏലിയാവിനെ പോലെ ശക്തമായി ആമേൻ ദൈവത്തിന് നിൽക്കണം. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, ആരും തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ ഏലിയാവ് അല്ലെങ്കിൽ ഒരു പണിതെടുക്കുകയാണ്. 12 കല്ലുകൊണ്ട് പുതുക്കി പണിത് യാഗം അർപ്പിച്ചു. ഏലിയാവ് ഒരു പുരോഹിത കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവിടെ ധാരാളം ഒഴിച്ചു, കുതിർത്തു, തീയിറങ്ങുവാനായി പ്രാർത്ഥിച്ചു. അല്ലേലിയ. വേദപുസ്തകത്തിനകത്ത് വെളിപ്പെടുന്ന ശക്തമായ ശുശ്രൂഷയാ. അതാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം. അല്ലേലിയ. 18-ാം 37-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവ എനിക്ക് ഉത്തരമരണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ താങ്കളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. അല്ലെ, ജനമെല്ലാം അത് കണ്ട് കമിഴ്ന്നു വീണ് യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. അല്ലേരിയ. അതെ, നമുക്കറിയാം, ഇന്ന് ലോകവ്യാപകമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് അനവധി ആളുകൾ അല്ലേരിയ ദൈവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഏലിയാവിന്റെ ഒറ്റ പ്രാർത്ഥന നടുവിൽ ജനമെല്ലാം കമിഴ്ന്നു വീണു. ജനമെല്ലാം അല്ലേരിയ കമിഴ്ന്നു വീണ് യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലും അന്ധവിശ്വാസങ്ങൾ പെരുകുന്ന യഥാർത്ഥത കൊണ്ട് നിറയപ്പെട്ട് ദൈവമില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം മൂടന്മാർ താങ്കളെ തന്നെ വലിയവരാക്കി കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേലിയ യഹോവ തന്നെ ദൈവമെന്ന് കമിഴ്ന്നു വീണ് ഒരു കൂട്ടം ജനം ഈ ലോകത്തിൽ ദൈവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഉണർവിന്റെ കാലഘട്ടമാണ്. അല്ലേലിയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലേലിയ ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊന്നൊടുക്കുന്ന ബാലിന്റെ ശക്തികൾ, അശേരയുടെ ശക്തികൾ അന്നും ഇന്നും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേലിയ. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇസ്രായേൽ ജനങ്ങൾ സുഖഭോഗമായി ജീവിച്ചാൽ ദൈവത്തെ അന്വേഷിക്കുകയില്ലെന്നത് മനസ്സിലാക്കിയ ഏലിയാവ്, ദാരിദ്ര്യവും വന്യവും വന്നാൽ മാത്രമേ ദൈവത്തെ അന്വേഷിക്കുള്ളൂ മനസ്സിലാക്കിയോടെ ഏലിയാവ് തന്റെ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്താൻ തുടങ്ങി. അല്ലേലിയ. താൻ ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുകയാണ്. അല്ലേലിയ. അതാണ് നമ്മൾ ദൈവാശ വചനം പറയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ന്റെ 40-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, ഏലിയാവ് അവരോട് ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പിൽ, അവൻ ഒരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു. അവർ അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശൻ തോട്ടിനിടയ്ക്ക് ചെന്ന് അവിടെ വെച്ച് അവരെ വെട്ടിക്കൊന്നു കളഞ്ഞുവെന്ന വചനം വായിക്കുന്നത്. അല്ലേലിയ. എന്താണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ലേലിയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിതമാണ് സോദരൻ, ദൈവസ്ഥനിൽ വിശുദ്ധിയോടുകൂടി നിൽക്കുവാൻ കഴിയണം. അല്ലേലി. ഈ കാലഘട്ടത്തിൽ നാം ദൈവസ്ഥനിൽ വിശുദ്ധിയോടുകൂടി നിൽക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലേലിയ. വിശുദ്ധി നഷ്ടപ്പെട്ട് അശുദ്ധമായത് മുഴുവൻ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി കഴിഞ്ഞപ്പം ദൈവമായി ബന്ധമില്ലാതെ ഈ ലോകത്തിന്റെ സുഖലോലുപ ജീവിതങ്ങളിൽ പുളച്ചു മതിച്ച് ജീവിക്കുവാനാണ് സകല ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ആത്മീയത പോലെ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. ഭവനത്തിലും കുടുംബത്തിലും മക്കളിലും സഭയിലും ആത്മീയതയുടെ അനുഭവം നഷ്ടപ്പെട്ട് ഇന്ന് പണത്തിന്റെ താളമേള കൊഴുപ്പുകളാണ് നടക്കുന്നത്. അല്ലേരിയ. പണമാണ് മനുഷ്യന്റെ ഇന്നത്തെ ലക്ഷ്യം. ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ 50-ാം അധ്യായം 22-ാം തോന്നുന്നു വായിക്കേണ്ടത്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. അല്ലേരിയ. ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകിയില്ലെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ദൈവത്തെ മറന്നുപോയ ജനം, ദൈവമായി ബന്ധം വിട്ടുപോയ ജനം, പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുന്ന ജനം, ബാലിന്റെയും അശേരയുടെയും പിന്നാലെ കടന്നുപോയ ഒരു കൂട്ടം ജനം. അല്ലെങ്കിൽ അവരെ മടക്കി വരുത്തുവാൻ വേണ്ടി ദൈവം ഏലിയാവെന്ന് പറയുന്ന മനുഷ്യനെ ശക്തമായി ഉപയോഗിച്ചു. അല്ലേലിയ. അങ്ങനെ മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യനെ നാശത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മികരുടെ നിലവിൽ നിന്ന് ഏലിയാവിന്റെ ശുശ്രൂഷ നിലവിൽ ദൈവനാമം മഹത്വമെടുത്തതുപോലെ ഒരു ഉണർവാണ് വ്യാപരിക്കുന്ന. ആ ഉണർവ് പോലെ തന്നെ ഈ കാലഘട്ടത്തിലും അല്ലേലിയ ദൈവം ഒരു ഉണർവായിപ്പാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പം ദൈവത്തിന്റെ കരകളിൽ ദൈവം നിന്റെ ഒരു ഏലിയാവിനെ പോലെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുക.
നാം അതിനുവേണ്ടി നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ്, സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവഹിതം നമ്മളിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏലിയാവ് ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനായതുപോലെ ദൈവം നമ്മെ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. അല്ലേ? രാജകീയ പുരോഹിത വർഗമായി വേർതിരിച്ച് ദൈവം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നമ്മെ നിറച്ച ആത്മാഭിഷേകത്തിൽ ഈ ഭൂമി നിർത്തിയിരിക്കുന്നതിന്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് തീയിറങ്ങിയതുപോലെ നിന്റെ പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ സഭയിലും ഭവനത്തിലും നിന്നിലും നിന്റെ കുടുംബത്തിലും ആത്മാവിന്റെ തീയിറങ്ങണം. ആത്മാവിന്റെ തീയിറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ സകല മാലിന്യതകളെ മാറ്റിക്കളഞ്ഞ, സകല മലിനതകളെ നീക്കിക്കളഞ്ഞ് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. അല്ലേല് അശുദ്ധിയുള്ള സ്ഥലത്ത് ദൈവത്തിന് വസിക്കാൻ കഴിയത്തില്ല. വിശുദ്ധിയുടെ നടുവിലാണ് ദൈവം വസിക്കുന്നത്. കർത്താവ് വിശുദ്ധനാ. ഹല്ലേലൂയ. അത് ദൈവം നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവത്തിന്റെ അല്ലെങ്കിൽ അഭിഷേകം, ദൈവിക അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ പകർന്നിരിക്കുന്നത് ഹല്ലേലൂയ ജാതികളെ കണ്ട് നീ ഭയപ്പെട്ടു പോകാതിരിക്കാനാ. ഈ ലോകത്തെ കണ്ട് ഭയപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ലോകം നിനക്ക് അനുകൂലമല്ല, ലോകക്കാർ നിനക്ക് അനുകൂലമല്ല, നിയമങ്ങൾ നിനക്ക് അനുകൂലമല്ല, എല്ലാം പ്രതികൂലമായി മാറുമ്പോഴും ഹല്ലേലൂയ നിന്റെ ആരാധനയും പ്രാർത്ഥനയും ശുശ്രൂഷകളും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നീ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ ദൈവം നിന്നെ ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവജനം ആത്മാവിൽ നിറയപ്പെടണം. ദൈവജനം ആത്മാവിൽ നിറയപ്പെട്ട ആത്മാവിന്റെ അഭിഷേകത്തോടെ തീ കൊണ്ട് ഉത്തരമള്ളുന്ന ദൈവത്തിന്റെ മക്കളായി കർത്താവിന് വേണ്ടി ശക്തിയോടെ ശോഭിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. കാരണം ഈ ലോകം മുഴുവൻ പാപാന്ധകാരത്തിൽ വീണ് കിടക്കുകയാണ്. പാപത്തിന്റെ അന്ധകാരത്തിൽ വീണ് ഇരുളും ഇരുളിനകത്ത് വീണ് ഇരുളിൽ തപ്പി നടക്കുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങൾക്കകത്ത് വീണ് കിടക്കുന്ന ജനം. ആ ജനത്തെ അത് ആ പാപത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. കർമ്മേലിൽ ഒരു ഏലിയാവിനെ ഉപയോഗിച്ച ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് തീയിറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്നും ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവന്റെ ശുശ്രൂഷകൾ വേഗത്തിൽ തികയ്ക്കാൻ ദൈവം കൽപ്പന കൊടുത്തു. ദൈവത്തിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായി മാറി. ഏലിയാവ് ദൈവത്തിന് വേണ്ടി, ഇസ്രായേൽ ജനത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായി ഏലിയാവിനെ ദൈവം തെരഞ്ഞെടുത്തു. അത് നീ ദൈവജനത്തിന് വേണ്ടി നിലകൊള്ളുന്നവനായിരിക്കണം. നിന്റെ ശുശ്രൂഷ ദൈവം നിന്നിലൂടെ ചെയ്തെടുപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നീ അതിനൊന്ന് വിധേയപ്പെട്ടു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏലിയാവ് അല്ലെ ബാധിച്ചപ്പോൾ അവൻ സ്തോത്രം 7000 ഒരുവൻ മാത്രമാണെന്നും ദൈവത്തിന് സ്തോത്രം അല്ലയ്യ ഉപകരണങ്ങൾ കുറവില്ലെന്നും അവനെ ബോധ്യപ്പെടുത്തി ദൈവം പറയാ, നിനക്ക് അല്ലയ്യ ദൈവത്തിന്റെ ഉപകരണമായിരിക്കുവാൻ മനസ്സുണ്ടോ? അതാണ് ഇന്നും ദൈവം ചോദിക്കുന്നത്. ഏലിയാവൊക്കെ ഞാൻ മാത്രം എടുത്ത് ശേഷിച്ചെന്ന് പറഞ്ഞപ്പോ ഏലിയ പറയാം, ആശയരുടെ ബാലിന്റെ പ്രവാചകന്മാർക്ക് മുട്ടുമടക്കാത്ത 7000 പേർ. കാരണം നമ്മൾ ഒരു പക്ഷെ തനിച്ചായതുപോലെ എന്ന് നമുക്കും തോന്നിപ്പോകാം. അല്ലേ? നമ്മൾ തനിച്ചായി എന്ന് തോന്നിപ്പോയാലും ദൈവം പറയുന്നത് നീ തനിച്ചല്ല, നിന്നെ ഏകനായി വിടത്തില്ല. അല്ലേ? പുതിയ നിയമത്തുള്ള ബന്ധത്തിൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളെ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കണമെന്നാ. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ എന്നപോലെ ഉണർവ്. ഏലിയാവ് ഒരുത്തൻ മാത്രമല്ല, ഏലിയാവിനെ വിളിച്ച് വേർതിരിച്ച ദൈവം ഈ കാലഘട്ടത്തിൽ നിന്നോട് കൂടെയുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. കർത്താവിന്റെ പ്രയോജനം. ഇപ്പൊ വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം.
യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞ് അതിനുശേഷം 450 ബാൽപ്രവാചകന്മാരെ പിടിച്ച് കീശു തൊട്ടിലേക്ക് കൊണ്ടുപോയി ചെന്ന് അവിടെ വെച്ച് അവരെ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. അത് ദൈവജനത്തോട് പറയുവാനുള്ള ശക്തമായ ദൂത്. അല്ലേറിയ, നിങ്ങൾ ദൃഢവിശ്വാസത്താൽ നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അളവറ്റ ധൈര്യം വരും. അല്ലേറിയ, നമ്മൾ ക്രിസ്തുവില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ധൈര്യമില്ലാതെ അധൈര്യപ്പെട്ടു പോകുന്നത്. എന്നാൽ നിങ്ങൾ വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നിങ്ങളെ മേൽ അളവറ്റ ധൈര്യത്തെ ദൈവം നൽകും. അല്ലേറിയ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം നിങ്ങൾ പഠിച്ചു നോക്കിയാട്ട് അവർക്ക് സുവിശേഷം അറിയിക്കുന്നത് യാതൊരു ലക്ഷ്യം ഭയവുമില്ലായിരുന്നു. അവർ സുവിശേഷം അറിയിക്കുവാൻ ശക്തരായി മാറിയിരുന്നു. അവർ ലോകത്തെ ഭയപ്പെട്ടില്ല, അധികാരികളെ ഭയപ്പെട്ടതില്ല, നിയമങ്ങളെ ഭയപ്പെടാതെ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞവനാണ് അപ്പോസ്തലന്മാരുടെ വൃന്ദം എന്ന് പറയുന്നത്. ഏലിയാവും ബാലിന്റെയും അശേരുടെയും പ്രവാചകന്മാരെ അല്ലുരിയ ഇസബേലിനെ അല്ലെങ്കിൽ ആഹാബിനെ ഭയപ്പെടാതെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി, യഹോവയുടെ നാമത്തിന് വേണ്ടി കർമ്മേലിൽ ശക്തമായി നിന്നതുപോലെ, അപ്പോസ്തലന്മാരും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തമായി നിന്നതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഈ കാലഘട്ടത്തിൽ നീ യേശു ക്രിസ്തുവിന് വേണ്ടി ശക്തമായി നിൽക്കണം. സുവിശേഷം നീ അതിശക്തിയോടെ വിളിച്ചു പറയണം. പ്രതികൂലങ്ങളുടെ നടുവിലും വെല്ലുവിളികളുടെ നടുവിലും പതറിപ്പോകാതെ, അടിപതറിപ്പോകാതെ, കാലിടറി വീഴാതെ സുവിശേഷത്തിന് വേണ്ടി നീ നിൽക്കണം. രക്തം ചെയ്യാം. ലോകം നമുക്ക് അനുകൂലമല്ലെന്നേ, ലോകം നമുക്ക് പ്രതികൂലമാണ്. അതിന്റെ നടുവിലാ ദൈവം തന്റെ സഭയെ പണിയുന്നത്. പാതാള ഗോപുരങ്ങളിൽ ജയിക്കുവാൻ കഴിയാത്ത വിധത്തിൽ. അല്ലേരിയ, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ പാതാള ഗോപുരങ്ങൾക്ക് സമാനമായിരിക്കുന്ന ബാലിന്റെയും അശേരുടെയും പ്രവാചകന്മാർക്ക് ജയിക്കുവാൻ കഴിയാതെ പോയതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവം നമ്മോട് പറയുന്നത് ബാലിന്റെയും അശേരുടെയും പ്രവാചകന്മാരെ പോലെ ബാലിന്റെയും അശേരുടെ നാമം ഉയർന്നു നിൽക്കുന്ന ഈ സ്ഥലത്തും പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവരാജ്യത്തിന്റെ താക്കോൽ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസിനെയൊക്കെ ദൈവം വിളിച്ച് വേർതിരിച്ചും പറഞ്ഞത്, നീ പത്രോസ് ആകുന്നു, ഈ പാറമ്പിൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളിൽ ജയിക്കുകയില്ല, സ്വർഗരാജ്യത്തെ താക്കോൽ ഞാൻ തരുന്നു, ഭൂമി കെട്ടും നോക്കിയും സ്വർഗത്തെ കെട്ടപ്പെട്ട് ഭൂമിയിൽ അഴിക്കും നോക്കിയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 16:18 വായിച്ചാൽ കാണാൻ കഴിയും. അത് ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നീ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അളവറ്റ ധൈര്യം ദൈവം തരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യാശ തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ വിശ്വാസത്തിൽ ദൈവം നിറയ്ക്കും. സുവിശേഷം അറിയിക്കുന്നത് നമുക്ക് എന്താണ്? അളവറ്റ ധൈര്യം വേണം. അളവില്ലാത്ത പോലെ ധൈര്യം. നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. വിശ്വാസത്തിൽ നിങ്ങൾ തികഞ്ഞവരായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ നാമത്തെ ഭയം കൂടാതെ നിനക്ക് പ്രസംഗിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിൽ, എവിടെ നിന്നാലും, ഏത് സന്ദർഭത്തിൽ നിന്നാലും യേശുവിന്റെ നാമത്തെ വിളിച്ചു പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വലിയ സ്തോത്രം വായിക്കും കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ നാം കർത്താവിന് വേണ്ടി നിൽക്കണം. നാം എപ്രകാരം ആണെങ്കിലും നിൽക്കണം. ഏലിയാവിനെ പോലെ ധൈര്യമായിരിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം വചനം വായിക്കാൻ കാണുന്നുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എഫേസ്യ ലേഖനം 3-12 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയാണ് അധൈര്യപ്പെട്ടു പോകരുതെന്ന്. ഹല്ലേലൂയ. പൗലോസ് കഷ്ടം സഹിച്ചത്, പൗലോസ് വേദനകൾ അനുഭവിച്ച്, നിന്ദകൾ അനുഭവിച്ചത്, പൗലോസ് അനുഭവിച്ച് ആ കഷ്ടതയുടെ പ്രയാസത്തിന്റെ അനുഭവം കണ്ട് പൗലോസ് നമ്മൾ അധൈര്യപ്പെട്ടു പോകരുതെന്ന്. നമുക്ക് ധൈര്യത്തെ പകരം നൽകി. എന്താണ് അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ അനാദി നിർണയത്തിൽപ്പെട്ട കാര്യത്തിന്റെ നിർവഹണം പൂർത്തീകരിക്കാൻ ഉത്സാഹിച്ചതിനാണ് പൗലോസ് ഇവിടെ തടവിൽ കിടക്കുന്നത്. ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരം ഉണ്ടായിരുന്ന സുവിശേഷത്തിന്റെ മഹത്വം പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. ഹല്ലേലൂയ. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. ഹല്ലേലൂയ.
എന്നാൽ അത് അവർക്ക് അധൈര്യത്തിന് കാരണമാകരുത് എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. അല്ലേറിയ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നത് ഈ കാലഘട്ടത്തെ തലമുറയ്ക്ക് അധൈര്യമായി മാറരുത്. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നിട്ടും കർത്താവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന് ചുമൽ കൊടുത്തതുപോലെ ഞാൻ നിങ്ങൾ ഈ ലോകത്തിൽ പ്രതിസന്ധിയുടെ കടന്നുപോയാലും പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും അധൈര്യപ്പെട്ടു പോകാതെ ഒരു ഏലിയാവിനെ പോലെ ഒരു പൗലോസിനെ പോലെ ശക്തമായി ദൈവത്തിന് വേണ്ടി എരിഞ്ഞു നിൽക്കണം. പ്രൈസലോട് ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുക ഹല്ലേലൂയ, ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്കും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവർക്കും കഷ്ടതയുണ്ടാകും. യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്കും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവർക്കും കഷ്ടതകളുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ചെറിയ ചെറിയ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, നിന്ദകൾ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, ക്രിസ്തുവിന്റെ നാമനിമിത്തം നീ ദുഷിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ നീ ഭാരപ്പെട്ടു പോകണ്ട. അതെല്ലാം ദൈവം കാണുന്നുണ്ട്. അവൻ നിന്നെ അനാഥനായി വിടാതെ, നിന്നെ തനിച്ചു വിടാതെ, ഹല്ലേലൂയ, അവൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരിക്കലും ദൈവം തനിച്ചു വിടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിനോട് അപ്പം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഹല്ലേലൂയ പൗലോസ് പറയുക. അപ്പൊ നമ്മൾ നോക്കിയ കാർമേലിൽ ഹല്ലേലൂയ ബാലിന്റെ ആശയുടെ പ്രവാചകന്മാർ രാവിലെ തൊട്ട് ഉച്ചവരെ അവരുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിട്ടും ഏലിയാവെന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കേകനായി ഒരു സിംഹത്തെ പോലെ കർമ്മയിൽ നിന്ന് ബാലിന്റെയും അശേരുടെയും പ്രവാചകന്മാരെ വെല്ലുവിളിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ധൈര്യം അല്ലേ! സുവിശേഷം പറയും നിനക്ക് ഇതുപോലെ ആത്മധൈര്യം ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ നീ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ, ക്രിസ്തുവിനെ അറിഞ്ഞതിന്റെ പേരിൽ നിന്റെ കുടുംബം മുഴുവൻ നിനക്കെതിരായേക്കാം, ഭർത്താവ് നിനക്കെതിരായേക്കാം, മക്കൾ നിനക്കെതിരായിരിക്കാം, നിന്റെ ബന്ധുക്കൾ, നീ നിൽക്കുന്ന സമൂഹം, നീന്താണ് കടന്നുപോയിരുന്ന എല്ലാ മേഖലകളും നിനക്കെതിരായി നിന്നാലും അവിടെ നീ അധൈര്യപ്പെട്ടു പോകരുത്. അല്ലേ? അധൈര്യപ്പെട്ടു പോകാതെ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുവാൻ നിനക്ക് കഴിയണം. രക്തം ചെയ്യും. ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരിക്കൽ മാത്രമാണ്. രണ്ടാമതൊരു ജീവിതം നമുക്ക് ലഭ്യമല്ലെന്ന് ഓർത്തോണം. ലഭിച്ച ജീവിതം ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന് നീ അനുരൂപരായി മാറാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുന്ന റോമലേഖനം 12:2 വായിക്കുന്നത്. ലോകം അവൻ പലതും പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്താൻ നോക്കും. ലോകം പലതും പറഞ്ഞ് നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ലോകം പലതും പറഞ്ഞ് നിന്നെ അവഹേളിച്ചുകൊണ്ടിരിക്കും. അതിന്റെ നടുവിലും നീ പതറിപ്പോകണ്ട. നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. ലേലിയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ, എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് പറയട്ടെ, കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, കർത്താവ് യേശുവിന്റെ മരണത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തിന്റെ പാപത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളുടെ മേൽ ശക്തമായ അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. അധൈര്യപ്പെട്ടു പോകാതെ സുവിശേഷം ലോകത്തോട് പങ്കുവെക്കുവാൻ, ആരുടെയും മുമ്പിൽ തലമുരിക്കാതെ സുവിശേഷം ധൈര്യത്തോടെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ആത്മാവിൽ നിറച്ചിരിക്കുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നെ ഏൽപ്പിച്ച ദൗത്യം ഒറ്റയ്ക്കാണെങ്കിൽ നിന്ന് ജീവൻ കഴിയണം. നമുക്കറിയാം എത്രയോ ആളുകളാണ് ഈ കാലഘട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചറിയിക്കാൻ വേണ്ടി, വിളിച്ചു പറയാൻ വേണ്ടി ടൗണുകൾ തോറും, ഗ്രാമങ്ങൾ തോറും, പട്ടണങ്ങൾ തോറും അല്ലയ്യ ആമി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ജീവന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തെ, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തെ, ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന അനുഭവത്തി ആമി കൂട്ടങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതിനെ ഒന്നും അങ്ങനെ ഊതിക്കെടുത്താനും തല്ലി അണയ്ക്കാനൊന്നും പറ്റുന്നതല്ലേ. അല്ലെ, തീ ഊതിക്കെടുന്ന് വെള്ളമൊഴിച്ച് കെടുത്തുന്നവരെ കെടുത്തിക്കളയുന്ന അഗ്നി അല്ല ദൈവമക്കളുടെ മേലുള്ളത്. ഹല്ലേലൂയ. ദൈവമക്കളുടെ മേലുള്ള അഗ്നിയെ കെടുത്തിക്കളയുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടുത്തെ സംവിധാനങ്ങൾ കൊണ്ട്, സന്നഹങ്ങൾ കൊണ്ട് ഒന്നും ദൈവമക്കളെ, ദൈവം പകർന്നിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ, പരിശുദ്ധാത്മാവിന്റെ തീയെ കെടുത്തുവാൻ കഴിയില്ല. അതിങ്ങനെ കിടന്നത് ആളി കത്തിക്കൊണ്ടിരിക്കും. പീഡകൾ പെരുകും തോറും, നിന്ദകൾ പെരുകും തോറും, അപമാനങ്ങൾ പെരുകും തോറും ആത്മാവിന്റെ ശക്തിയാൽ നാം ആളി കത്തിക്കൊണ്ടിരിക്കും. കർത്താവിനോട് ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കും. രക്തം ചെയ്യും.
അതുകൊണ്ട് സുവിശേഷം ഒരു തീയാണ്. ഹല്ലേലൂയ. സുവിശേഷം ഒരു തീയാണ്. വചനം ഒരു തീയാണ്. ഹല്ലേലൂയ. വചനം തീയാണ്, സുവിശേഷം തീയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ സംശയങ്ങളൊക്കെ തോന്നിക്കുക. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം തീ പോലെയും. എന്താണ് ദൈവത്തിന്റെ വചനം? തീ പോലെയാ. ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. അത് ദൈവത്തിന്റെ വചനം തീ പോലെ നിന്റെ നാവിലൂടെ അധികാരത്തോടെ ദൈവം പുറപ്പെടുവിക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന അശുദ്ധമായ കീടങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആജ്ഞയാൽ, ദൈവവചനമാകുന്ന തീയാൽ അത് കരിഞ്ഞ് ശാമ്പരായി മാറും. ഹല്ലേലൂയ. അപ്പം വചനം ഒരു തീയാ, സുവിശേഷം ഒരു തീയാ. ഹല്ലേലൂയ. ഈ തീ കത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏലിയാവിനെ തെരഞ്ഞെടുത്തതുപോലെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏലിയാവ് പ്രാർത്ഥനയ്ക്ക്, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് തീ ഇറക്കിയെങ്കിൽ ദൈവം നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരുടെ മേൽ ആത്മാവിന്റെ തീ ഇറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി ആത്മാവിൽ അഗ്നിജാല പോലെ വിളർന്നിക്കുന്ന നാവുകളുടെ മേൽ വന്നപ്പോൾ ഒരാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിനകത്ത് 3000-ഓളം പേർ അന്ന് രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നതുപോലെ ഈ കാലഘട്ടത്തിൽ അതേ അഭിഷേകമാണ് ദൈവസഭയ്ക്ക് തരുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾക്ക് ഈ ലോകത്തെ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നമ്മൾ അനുസരിച്ചാൽ മതി, ദൈവത്തെ അനുസരിച്ചാൽ മതി. ദൈവത്തിന് നിൽക്കുന്നവൻ വേർപാടിലും വിശുദ്ധിയിലും നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് നിന്നിലൂടെ ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, ദൈവരാജ്യത്തിന്റെ മഹിമയെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഒരാളെ ആവശ്യമാണെന്ന് അതെന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെയാ തെരഞ്ഞെടുത്തത്. സ്തോത്രം. നിന്നിലൂടെയാണ് ദൈവിക പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്. നീ നിൽക്കുന്ന ദേശത്ത്, നീ നിൽക്കുന്ന ഗ്രാമത്തിൽ, നീ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ സന്തത സഹചാരികളിടയില്, നീ കടന്നു പോകുന്ന സമൂഹത്തിൽ, നീ ആയിരിക്കുന്ന രാജ്യത്തിൽ ക്രിസ്തുവിന്റെ നാമത്തെ വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചറിയിപ്പാൻ, സുവിശേഷം എന്ന തീ ഇടുവാൻ ദൈവം നിന്നെയാണ് വേർതിരിച്ചത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ഒരു മഹനീയമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചത് കേട്ടോ. രക്തം ചെയ്യും. അതുകൊണ്ട് നീ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ജീവിതം നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. ജീവിതത്തിൽ കർത്താവിനെ ഉയർത്തണം. ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറയുന്ന മഹാസത്യത്തെ ലോകത്തോട് വിളിച്ചു പറയാൻ ലജ്ജിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് പറയാൻ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് പറഞ്ഞത്. അല്ലേ? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. യേശു ദൈവമെന്ന് പറയുന്നതിന് നീ ലജ്ജിക്കരുത്. ഞാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഞാനൊരു ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് പറയുന്നത് നീ ലജ്ജിക്കരുത്. വിശുദ്ധ വേദപുസ്തകം കൊണ്ട നടക്കുന്ന നീ ലജ്ജിക്കരുത്. വിശുദ്ധ വേദപുസ്തകം പെരുവഴിയിൽ നിന്ന് വിളിച്ചു പറയുന്നതിനകത്ത് നീ ലജ്ജിക്കരുത്. എവിടെയും ലജ്ജ കൂടാതെ ഈ സുവിശേഷം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ ദൈവം നിന്നെ ആത്മാവിൽ നിറച്ചിരിക്കുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, സുവിശേഷം എന്ന് പറയുന്ന സത്യത്തിന് വേണ്ടി നീ ചുമൽ കൊടുക്കണം. രക്തം ചെയ്യും. ഈ ലോകത്തിലെ ഏറ്റവും നല്ല വാർത്ത എന്ന് പറയുന്നത് സുവിശേഷം. ഏറ്റവും നല്ല വാർത്ത, സുവിശേഷത്തോളം നല്ല വാർത്ത വേറൊന്നുമില്ല. ലോകത്തിൽ നിങ്ങൾ കേൾക്കുന്ന സകല വാർത്തകളും മ്ലേച്ഛതകൾ നിറഞ്ഞതും അശ്ലീലമായതും ഭാരപ്പെടുന്നതും ഭയപ്പെടുന്നതും ഭീഷണിപ്പെടുന്നതുമായ വാർത്തകളാണ് ലോകപ്രകാരം. എന്നാൽ സുവിശേഷം എന്ന് പറയുന്ന സവർത്തമാനം, സുവിശേഷം എന്ന ഗുഡ് ന്യൂസ് ആരും ഭയപ്പെടുന്നതല്ല, അത് സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും നല്ലൊരു സന്ദേശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വാർത്തയുണ്ടെങ്കിൽ സുവിശേഷം എന്ന് പറയുന്ന വാർത്തയാണ്. അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ കാലഘട്ടത്തിൽ, അന്ധവിശ്വാസങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ പൗലോസിനെ ഉപയോഗിച്ച ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേ? ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതിനകത്ത് ലജ്ജിച്ചു പോകരുത്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞതിനകത്ത് ലജ്ജിക്കാതെ തല ഉയർത്തി പറഞ്ഞ, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, യേശുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിച്ചവളാണ്, ഞാൻ ദൈവരാജ്യത്തിന്റെ അവകാശിയാണ്, ദൈവരാജ്യത്തിന്റെ മകളാണ് എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏലിയാവ് തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. ഹല്ലേലൂയ.
ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം വന്നിരിക്കട്ടെ എന്ന് ആമേൻ ഭയം കൂടാതെ ആമേൻ ഏലിയ വിളിച്ചു പറയാ. അത് നിങ്ങൾ ഭയം കൂടാതെ യേശുവിനെ കുറിച്ച് വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഒരു ദിവസത്തിന്റെ ഒരു പ്രാവശ്യമെങ്കിലും, ഒരു മിനിറ്റെങ്കിലും നീ സുവിശേഷം വിളിച്ചു പറയുന്നവനായിരിക്കണം. ഹല്ലേലൂയ. സുവിശേഷത്തിന് അത്രമാത്രം ശക്തി ഉണ്ടെന്നേ. ഈ സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ച് ഈ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്, ആ ദൈവികമായ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പം ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർ രാവിലെ തൊട്ട് ഉച്ചവരെ നൃത്തം ചെയ്തും അവൻ തുള്ളിച്ചാടിയും അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചിട്ടും അവരുടെ ദേവന്റെ നാമത്തെ വിളിച്ചിട്ട് ഒരിക്കൽ പോലും അവരുടെ ദേവന്റെ നാമം വെളിപ്പെടുകയോ അവരുടെ ശബ്ദം കേൾക്കുകയോ ഒന്നും ചെയ്യാതെ അവർ ബലിപീഠത്തിൽ വെച്ചിരിക്കുന്ന ആമെ കാളയെ തീ കൊണ്ട് ഉത്തരമരളി അതിനെ ദഹിപ്പിക്കാൻ കഴിയാതെ അവർ നിരാശരായി മാറി നിൽക്കുന്ന സമയത്താണ് ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മധ്യേ തീ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ലോകത്തിൽ പലതും നീ കണ്ടേക്കാം, പലതും നിന്റെ കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് വന്നേക്കാം. പക്ഷേ നീ യഹോവയായ ദൈവത്തെ കുറിച്ച് നീ തിരിച്ചറിഞ്ഞ കർത്താവായ യേശുവിനെ കുറിച്ച് നീ ബോധ്യപ്പെട്ടിട്ട് ഏലിയാവിനെ പോലെ ഈ നാളുകളിൽ നീ ശക്തമായി പ്രയോജനപ്പെടണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അത് ദൈവം നിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിച്ച് ഈ ഭൂമിയിൽ വെച്ചിരിക്കുമ്പോൾ നിന്നിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഈ 2025 നീ ചോദിച്ചതിനും നിനക്കുന്നതിനും അത്യന്തം പരമായ ഒരു അഭിഷേകത്തെ, ശുശ്രൂഷയെ, ചില വെളിപ്പാടുകളെ, ദർശനങ്ങളെ ദൈവം നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചതിനും നിലവിളിച്ചതിനും കരഞ്ഞതിനും ദൈവത്തിന് മാറിയിരുന്നു ഉപസിച്ചതിനും മറുപടിയായി ദൈവം ചില പുതിയ ശുശ്രൂഷകളെ, ചില പുതിയ വെളിപ്പാടുകളെ, ചില ദർശനങ്ങളെ, ചില അധികാരത്തിന്റെ ശുശ്രൂഷകളെ ദൈവം നിന്നെ ഫലമേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അന്ധവിശ്വാസങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നിന്നെ ശക്തമായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. രക്തം ചെയ്യും. പ്രൈസറോ. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് കർത്താവിനോട് നിൽക്കണം. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ദൃഢമായ വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് നമ്മൾ വരുമ്പോൾ നാളവറ്റ ധൈര്യം നമുക്ക് ലഭിക്കും, പ്രത്യാശ നമുക്കുണ്ടാവും, വിശ്വാസം നമ്മളെ വർദ്ധിക്കും. ലോകത്തെ ജയിക്കുന്ന ജയമായിരിക്കണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ലോകത്തെ ജയിക്കുന്ന ജയമായിരിക്കണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏലിയാവ് വിശ്വാസത്തിൽ ദൈവത്തിലേക്ക് ആശ്രയം വെച്ചതുപോലെ നിങ്ങളും ദൈവത്തിൽ ആശ്രയം വെക്കണം. ഏലിയാവ് വിശ്വാസത്തിൽ യഹോവയായ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയം വെക്കണം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവ് ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കുകയില്ലയോ എന്ന് സംശയിച്ചില്ല. ഏലിയാവ് ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുകയില്ലയോ എന്നൊന്നും സംശയിക്കുന്നില്ല. താൻ പറയുകയാണ്, ഈ നിൽക്കുന്ന ജനത്തിന് മുമ്പിൽ നീ തന്നെ ദൈവമെന്ന്, നീ തന്നെയാണ് യഥാർത്ഥ കർത്താവ് വെളിപ്പെടണം. അതുകൊണ്ട് ഏലിയ ഒരുക്കി വെച്ചിരിക്കുന്ന യാഗപീഠത്തിൽ ഇരിക്കുന്ന യാഗവസ്തുവിനെ തീ കൊണ്ട് ദഹിപ്പിക്കണമെന്ന് ഏലിയാവിന്റെ വിശ്വാസത്തിന്റെ വാക്കുകളത്. ഹല്ലേലൂയ. ഒരു സംശയമില്ല. ഭക്തൻ ഏലിയാവിന് ഒരു സംശയവുമില്ല. കാരണം ഏലിയാവിനറിയാം, ഞാൻ വിളിച്ചു പറഞ്ഞാൽ, ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ തീ കൊണ്ട് ദൈവം ഉത്തരമല്ലോ. അതേ സ്നേഹിത, നിനക്ക് വിശ്വാസം വർദ്ധിക്കട്ടെ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിശ്വാസം വർദ്ധിക്കട്ടെ. തീ കൊണ്ട് ഉത്തരമല്ലെന്നൊരു ദൈവം. അല്ലേ? അപ്പൊ ഏലിയാവിന് ഒരിക്കൽ പോലും അവിശ്വാസമില്ലായിരുന്നു, വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അല്ലേ? സംശയമില്ലായിരുന്നു, വിശ്വാസം മാത്രമായിരുന്നു ഏലിയാവിനെ ബലപ്പെടുത്തിയത്. അല്ലേ? യഹോവ തന്നെ ദൈവമെന്ന് പറയുവാൻ അവൻ മടിച്ചില്ല. അല്ലേ? ഏലിയാവ് യഹോവ തന്നെ ദൈവമെന്ന് വിളിച്ചു പറയുവാൻ മടിച്ചില്ല. ഇന്ന് പലരും നമുക്കറിയാം, യേശുവിനെ കർത്താവെന്ന് പറയാൻ മടിയ, യേശുവിന്റെ മക്കളെന്ന് പറയാം, യേശുവിനാൽ ജനമെന്ന് പറയാൻ മടിയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പോലും ഇന്ന് വീണ്ടെടുപ്പിന്റെ അനുഭവത്തെ വെളിപ്പെടുത്താതെ മറഞ്ഞിരിക്കുമ്പോൾ, ക്രിസ്തുവിനെ രക്ഷിതാവും പിതാമായി സ്വീകരിച്ച പലരും ഒളിവിൽ കഴിയുമ്പോൾ, ഏലിയാവെന്ന് പറയുന്ന മനുഷ്യൻ രംഗത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുപോലെ നീയും പുറത്തേക്ക് വരണം കേട്ടോ. ഒളിവിലിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, കർത്താവിന്റെ മഹത്വമേറെ വേല ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ വിശ്വാസത്തെ രാജാവിന്റെ മക്കളായി മാറണം.
വിശ്വാസത്താൽ നാം രാജാവിന്റെ മക്കളായി മാറണം എന്ന് പറഞ്ഞാൽ ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തി വിശ്വാസത്താൽ യഹോവയുടെ മകനാണെന്നുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് പോലെ നിങ്ങൾ രാജാവിന്റെ മകളാണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ 1-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് അല്ലേലൂയ, അവിടെ ഇങ്ങനെ ഇരിക്കുന്ന അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അല്ലേലൂയ. അതേ സ്നേഹിത, അതേ മാതാവേ, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകളാണ്, ദൈവരാജ്യത്തിന്റെ അവകാശിയാണ്, ദൈവഭവനത്തിന്റെ അംഗമാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. രാജാവിന്റെ മകനാണെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നീ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകുകയില്ല. ഏലിയാവിനെ പോലെ നീ ശക്തമായി പ്രയോജനപ്പെടാൻ തുടങ്ങും. പ്രൈസലോട്. അല്ലേലൂയ. എന്താണ് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത്? അല്ലേലൂയ. അപ്പം ഇസ്രായേൽ ജാതി അല്ലെങ്കിൽ അവനെ കൈക്കൊള്ളാതിരുന്നത് കൊണ്ട്, ഇസ്രായേൽ ജനം യേശുവിനെ കൈക്കൊള്ളാതിരുന്നത് കൊണ്ട് അവനെ കൈക്കൊള്ളുവാനുള്ള അവകാശം ദൈവം ഏവർക്കും കൊടുത്തു. ഇസ്രായേലിന് ദൈവത്തെ വേണ്ടാതെ വന്നപ്പോൾ, ഇസ്രായേൽ യേശുവിനെ സ്വന്തം പിതാവ് സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ, അവർ അവിശ്വാസത്തിൽ നിന്നപ്പോൾ, അല്ലേ, യേശുവിനെ ദൈവമക്കളാകുവാൻ യേശുവിനെ പിതാവ് അംഗീകരിച്ചുകൊണ്ട് യേശുവിന്റെ ദൈവമക്കളായി തീരുവാൻ വേണ്ടി ദൈവം സകലർക്കും അധികാരം കൊടുത്തു. അതുകൊണ്ടാണ് നമ്മളൊക്കെ യേശുവിനെ അറിഞ്ഞത്. അല്ലേലൂയ. സ്തോത്രം. അധികാരം കൊടുത്തു. അല്ലേലൂയ. അപ്പൊ നമ്മൾ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, അവനിൽ വിശ്വസിച്ച് ആശ്രയിക്കാൻ നമ്മൾ മുമ്പോട്ട് വരണം. അല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്രയിപ്പാൻ നമ്മൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. അല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൽ ധൈര്യമായി കർത്താവിന്റെ കൃപാസനത്തിലേക്ക് നിങ്ങൾ വരിക. വിശ്വാസത്തിൽ സർവശക്തിയുള്ള ദൈവത്തെ അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ നിറയ്ക്കണം. അല്ലേലൂയ. നിങ്ങൾ ദൈവത്തിലേക്ക് കൃപാസന അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കണം. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. അങ്ങനെ നിങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറുമ്പോൾ ദൈവം നിങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കും. അല്ലേലൂയ. ദൈവമക്കളായി മാറുമ്പോഴാണ് ദൈവം നമ്മുടെ മേൽ അധികാരം ഏൽപ്പിക്കുന്നത്. ദൈവം നമ്മുടെ മേൽ അധികാരവും ഭരണവും അവകാശവും ശക്തിയെല്ലാം പകരാൻ തുടങ്ങും. അപ്പൊ ഒരു ദൈവ മകന്റെ മേൽ, ഒരു ദൈവ പൈതലിന്റെ മേലാണ് ദൈവം തന്റെ അധികാരവും ഭരണവും അവകാശവും എല്ലാം നൽകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഏലിയാവിനെ പോലെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനമായി കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ക്രിസ്തുവിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ധൈര്യപ്പെട്ടത് പ്രാപിച്ചെടുക്കണം. രക്തം ചെയ്യും. ജീവിതത്തിനകത്ത് നീ തളരരുത്. യേശുവിന് വേണ്ടി ശക്തമായി നിൽക്കണം. സുവിശേഷം വിളിച്ചു പറയുന്നതിനകത്ത് ധൈര്യത്തോടെ നിൽക്കണം. പൗലോസിനെ പോലെ, ഏലിയാവിനെ പോലെ ശക്തമായി ദൈവകരങ്ങൾ ഇതിനെയൊന്ന് വിട്ടുകൊടുക്കാൻ നീ തയ്യാറാകുമ്പോഴാണ് ദൈവം നിന്നുള്ള അത്ഭുതം ചെയ്യുന്നത്. നാളുകളായിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടിട്ടും ദൂതുകൾ കേട്ടിട്ടും കർത്താവിന് വേണ്ടി ഇന്നും പ്രയോജനപ്പെടാൻ കഴിയാതെ രഹസ്യമായി നീ ജീവിക്കുകയാണോ? കർത്താവിന്റെ വിളി നിന്റെ മേലുണ്ടായിട്ടും സുവിശേഷന്റെ സാന്നിധ്യം നിനക്ക് അറിഞ്ഞിട്ടും പ്രവാചക വാക്കുകൾ നീ കേട്ടിട്ടും ദൂതുകൾ കേട്ടിട്ടും ഇന്നും നീ കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയാതെ മാറി നിൽക്കുന്നെങ്കിൽ നീ ഇന്ന് പകൽ തീരുമാനമെടുത്ത് മടങ്ങി വരണം. ഏലിയാവിനെ പോലെ നീ മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി പൗലോസിനെ പോലെ അപ്പോസ്തലന്മാരെ പോലെ ശക്തമായി നീ കർത്താവിന് വേണ്ടി ശോഭിക്കണം. അത് നിന്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റി ദൈവത്തിനെ ആത്മാവിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിനെ ആത്മാവിൽ നിറച്ച അഭിഷേകത്തിൽ നിറച്ചു കഴിയുമ്പോൾ നിന്റെ സകല കഷ്ടതകൾക്കും പരിഹാരം വരും. കർത്താവിന്റെ നാമത്തെ നീ പറയുവാൻ, കർത്താവിന്റെ നാമത്തെ വിളിച്ചു പറയാൻ, യേശുവിന് വേണ്ടി നിൽക്കുവാൻ നീ തീരുമാനമെടുക്കുമ്പോൾ, നിന്നെ സമർപ്പിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിനകത്ത് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സകല വിഷയത്തിനും മറുപടി ദൈവം തരും. നിന്റെ കഷ്ടതകളെല്ലാം നിന്നെ നിന്ന് മാറി, നിന്റെ താഴ്ച ദൈവം നിന്നെ ഉയർത്തി, നിന്റെ പ്രശ്നങ്ങൾ ദൈവം നിന്നെ മാനിച്ച് ദൈവം നിന്നെ ഉയർത്തുവാൻ തുടങ്ങും. ഈ കർത്താവിനെ മാനിക്കുമ്പോൾ ദൈവം നിന്നെ മാനിക്കും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ തീ കൊണ്ട് ഉത്തരമല്ലെന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. ഏലിയാവിനെ പോലെ ചാങ്കൂറ്റത്തോടെ സുവിശേഷം വിളിച്ചു പറയുവാൻ ഇന്ന് പകൽ നിനക്ക് കഴിയുമോ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുവിന് വേണ്ടി നിനക്ക് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? കർത്താവിനെ നിന്റെ രാജാവ് സ്വീകരിക്കാൻ കഴിയുമോ?
കർത്താവിന്റെ നാമത്തിൽ ലച്ചുകൂടാതെ വിളിച്ചു പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് പകരം എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് ചെയ്യേ. ഇന്നലകളെ വഴി എനിക്ക് ലഭിച്ച സമയങ്ങളെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്നിപ്പോ തന്നെ ഞാൻ അവിടുത്തെ മകളായി തീർന്ന് അങ്ങയുടെ നാമത്തെ ലച്ചുകൂടാതെ വിളിച്ചു പറയുവാൻ ഏലിയാവിനെ പോലെ, ഒരു പൗലോസിനെ പോലെ ഞാൻ ആ കർത്താവിന്റെ നാമത്തെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള 3.25 ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യ സംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും ഞങ്ങളുടെ ഇന്ത്യയിലെ 140 കോടി ജനത്തിനായി 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രം, 4 ലക്ഷം ഗ്രാമങ്ങൾക്കകത്ത് ആയിരിക്കുന്ന ജനത്തിനായി, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത ലോക രാജ്യങ്ങൾ, 7 ഭൂഖണ്ഡങ്ങൾക്കായി, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി, 7 ഭൂഖണ്ഡങ്ങൾക്കായി കത്തായി 800 കോടിയിലും ജന തലമുറകൾ, കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിൽ ഭരിക്കുന്ന ഒരു ജനത്തെയും, കർത്താവിന്റെ കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അതിർത്തികൾ കാക്കുന്ന സൈന്യത്തിനായി, സ്തോത്രം നൽകിയ സഹകരണ പൊതുപേർ, ആരോഗ്യ വ്യക്തിയുടെ സാമ്പത്തിക മേഖലയായിരിക്കുന്നവർ, എല്ലാ ഭാഗ്യമേഖലയിലും നിയമനിർമ്മാണ രംഗത്ത്, ക്രമസമാധാന വ്യവസായ വിഭാഗങ്ങളെ, പോലീസിലെ ജുഡീഷ്യൽ വിഭാഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും കർത്താവ് ജനം ശക്തിയോടെ ഇന്നാൾ കർത്താവിന്റെ ഉറന്ന ശൂൽപ്പാണ്ടയാകണമേ. കരയിലും കടലും ആകാശമാർഗം വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, വാഹനം അകത്താൻ നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവരെ, ആമേ കർത്താവ് എല്ലാ കൺസ്ട്രക്ഷൻ, മെക്കാനിക്, ഓട്ടോ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിനും, കടലോര വാസികൾ, തീരദേശ മത്സ്യബന്ധന കടൽ കനികളും കമ്പനികളും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതുമായ വ്യാപാരി, വ്യവസായം, എല്ലാ ക്ഷീരമേഖലയിൽ പണിയുന്നവരെ, വഴിയുടെ കച്ചവടം, എല്ലാ കാർഷിക ജോലി ചെയ്യുന്നവരെ, പൊതുമേഖല ജോലി ചെയ്യുന്നവരൊക്കെയായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാടത്തും പറമ്പിലും കോറിയിലും പണിയെടുക്കുന്ന, കല്ലിനോടും മണ്ണിനോടും മുട്ടിയോടും പണിയെടുക്കുന്ന, ആമി വിയർപ്പുറ്റി കർത്താവ് ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകുന്ന നിരവധി ആളുകൾ, ആമി കർത്താവ് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിന്, മയക്കും, ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, ഈ ലോകത്തിന് ജനികമായ വിചാര പരസംഗാന്ത വിശ്വാസ താവയിൽ വീട് കിടക്കുന്ന അനവധി ആളുകൾ, ഇത് മടങ്ങി വന്ന് മാനസാന്തപ്പെട്ട സുവിശേഷന്റെ വാർത്തകളായി തീരുവാൻ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, രോഗത്താൽ ഭാരപ്പെട്ട് ശാപത്താൽ വീട് കിടക്കുന്ന, പാപബന്ധങ്ങൾ വീട് കിടക്കുന്ന, മത, സാമൂഹ്യ, സംസ്കാര, ചരിത്രം, മാധ്യ വീടിൽ രംഗം നിൽക്കുന്നവർ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, ഭരണവിദ്വേഷ പാർട്ടികളെ ദൈവം ഏൽപ്പിക്കുകയാണ്. ജാതി, മത, വർണ്ണ വ്യത്യാസമില്ല, കൂടുതലോട്ട് കൊട്ടക്കടി വരെ പാർക്കുന്ന വലിയൊരു ചെറിയൊരു ഞങ്ങൾ ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നു പോയിരിക്കുന്നവർ, വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുക, ജോലി നഷ്ടപ്പെട്ടവർ, വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ട് പുതുക്കിക്കിട്ടാൻ ഭാരപ്പെടുന്നവർ, വിസ പുതുക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർ, ദേശത്ത് കർത്താവ് സ്തോത്രം വലിയ ജോലിക്കായി ആഗ്രഹത്തോടെ കടന്നു പോയിരിക്കുന്ന എല്ലാ പ്രിയരും, മദ്യത്തിനും മൈക്കും ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ആമി കർത്താവ് മണലാണ്ടി കഷ്ടം സഹിക്കുന്ന, വേദന, സാലറി വീട്ടിലേക്ക് അയക്കുക ഭാരപ്പെടുന്നവർ, അടിമത്തത്തിൽ കിടക്കുന്നവർ, ആമി ജയിലിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, യുവകാപ്രായത്തിൽ സൗരന്മാർക്കായി പ്രാർത്ഥി, തലമുറയില്ലാതെ ഭാരപ്പെടുത്താൻ ഒരു ഭവനമില്ലാതെ, ആമെ സ്ഥലമില്ലാതെ ഭാരം ജപ്തി നടപടി നേരിടുക അനുഭവത്തിയ ആളുകൾ, കുടുംബത്തിൽ വിവിധ ചിന്ന ഭിന്നമായ പ്രശ്നങ്ങളാൽ കലഹിക്കപ്പെട്ട കുടുംബ ജീവിതം തകർന്നു കിടക്കുന്ന അനവധി ജീവിതങ്ങളെ ഇന്ന് പറയുന്നത് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരും യുവനത്തിനും വാർത്തയ്ക്കും തടവറയിലായിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ. ദേശത്തെ, രാജ്യത്തെ, രാഷ്ട്രം സമാധാനം ഉണ്ടാകട്ടെ, സകല കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. സുവിശേഷന്റെ വക്താക്കളായി ഏലിയാവിനെ പോലെ, പൗലോസിനെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ ശക്തമായി ജനത്തെ ഉപയോഗിക്കാനായി ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തിന്മേൽ നീതി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.